ഹലോ എവ്രി വൺ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ ചെറിയൊരു ടോപ്പിക്കാണ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മളെല്ലാവരും സാധാരണ പറയാറുണ്ട്, എനിക്കത് ചെയ്യേണ്ടി വന്നേനെ, ഞാനവിടെ പോകേണ്ടി വന്നേനെ, ഞാനിത് വാങ്ങേണ്ടി വന്നേനെ, ഞാനത് എടുക്കേണ്ടി വന്നേനെ, ഞാനത് ചെയ്യേണ്ടി വന്നേനെ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ മലയാളത്തിൽ സാധാരണ പറയാറുണ്ടല്ലേ. അപ്പോൾ ഇതൊക്കെ ഇംഗ്ലീഷിൽ പറയാൻ വളരെ വളരെ ഈസി ആയിട്ടോ. നമ്മൾ ഇത്രയും ഓർത്ത് വെച്ചാൽ മതി. വുഡ് ഹാവ് ടു. ഓക്കെ, വുഡ് ഹാവ് ടു എന്ന് വെച്ചാൽ എന്താണ്? ചെയ്യേണ്ടി വന്നേനെ അല്ലെ. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നീ എന്നെ വിളിച്ചിരുന്നെങ്കിൽ ഞാൻ അവിടെ വരേണ്ടി വന്നേനെ അല്ലെ, നീ എന്നെ ക്ഷണിച്ചിരുന്നെങ്കിൽ ഞാൻ വരേണ്ടി വന്നേനെ. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പറയാറുണ്ടല്ലോ. അപ്പം വുഡ് ഹാവ് ടു മീനിങ് എന്താണ്? ചെയ്യേണ്ടി വന്നേനെ എന്നാട്ടോ. ഓർത്ത് വെക്കുക. ചെയ്യേണ്ടി വന്നേനെ, പോകേണ്ടി വന്നേനെ, വാങ്ങേണ്ടി വന്നേനെ എന്നൊക്കെയാണ് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് ഇംഗ്ലീഷിലൊന്ന് പറഞ്ഞു നോക്കാം കേട്ടോ. ഞാൻ അവിടെ പോകേണ്ടി വന്നേനെ, ഇതെങ്ങനെ നമുക്ക് പറയാം? അപ്പൊ ഞാൻ അവിടെ പോകേണ്ടി വന്നേനെ. ഓക്കെ, ഞാൻ അവിടെ പോകേണ്ടി വന്നേനെ. അപ്പൊ ഇവിടുത്തെ സബ്ജക്റ്റ് ഞാൻ എന്നാണ് അല്ലേ. സോ നമ്മൾ ഐ എന്ന് എടുക്കുന്നത്. ഇനി നമ്മൾ ഇത് ഇതേപോലെ എടുക്കുന്നു കേട്ടോ. ഐ വുഡ് ഹാവ് ടു എന്ന് വെച്ചാൽ എന്താണ്? ഞാൻ ചെയ്യേണ്ടി വന്നേനെ. ഐ വുഡ് ഹാവ് ടു ഞാൻ ചെയ്യേണ്ടി വന്നേനെ. ഹി വുഡ് ഹാവ് ടു അവൻ ചെയ്യേണ്ടി വന്നേനെ. വി ഷുഡ് ഹാവ് ടു നമ്മൾ ചെയ്യേണ്ടി വന്നേനെ. ഇങ്ങനെയാണ് ഇതിന്റെ മീനിങ് വരാം കേട്ടോ. ഓക്കെ, അപ്പൊ ഞാൻ അവിടെ പോകേണ്ടി വന്നേനെ. ഐ വുഡ് ഹാവ് ടു. പോകുക എന്നുള്ളതാണ് വേർബ്. സോ എന്താണ്? ഗോ. ഐ വുഡ് ഹാവ് ടു ഗോ. വേർബിനെ നമ്മൾ ഫസ്റ്റ് ഫോമിലാണ് കൊണ്ടുവരേണ്ടത് കേട്ടോ. ഐ വുഡ് ഹാവ് ടു ഗോ. ഞാൻ പോകേണ്ടി വന്നേനെ. അവിടെ എന്നുള്ളതുകൊണ്ട് നമ്മൾ there എന്ന് ആഡ് ചെയ്യൂലേ. ഐ വുഡ് ഹാവ് ടു ഗോ there. ഞാൻ അവിടെ പോകേണ്ടി വന്നേനെ. ഇനി ഞാൻ വേറൊരു എക്സാമ്പിൾ പറയാണ്. ഞാനത് ചെയ്യേണ്ടി വന്നേനെ. നമ്മളിങ്ങനെ പറയാം, ഞാനത് ചെയ്യേണ്ടി വന്നേനെ. ചെയ്യുക എന്നുള്ള വേർബിന് മാത്രമേ മാറ്റം വരുള്ളൂ അല്ലേ. ഞാനത് ചെയ്യേണ്ടി വന്നേനെ. ഐ വുഡ് ഹാവ് ടു. ചെയ്യുക എന്നുള്ളത് ഡു. ചെയ്യുക എന്നുള്ളത് ഡു. അപ്പോൾ ഐ വുഡ് ഹാവ് ടു ഡു ദാറ്റ്. ഞാനത് ചെയ്യേണ്ടി വന്നേനെ. ഐ വുഡ് ഹാവ് ടു ഡു ദാറ്റ്. മനസ്സിലായല്ലോ. അപ്പം വുഡ് ഹാവ് ടു ചെയ്യേണ്ടി വന്നേനെ. ഇനി ഞാനത് വാങ്ങേണ്ടി വന്നേനെ എന്നപ്പം എങ്ങനെ പറയാം? വാങ്ങുക എന്നുള്ളതാണ് വേർബ്. എന്താണ് വാങ്ങുക എന്നുള്ളതിന് ഇംഗ്ലീഷിൽ എന്താ പറയാ? ബൈ എന്നാലേ. അപ്പം നമ്മൾ ആ ബൈ എന്ന് എടുത്തിട്ട് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പം ഐ വുഡ് ഹാവ് ടു ബൈ ദാറ്റ്. ഞാനത് വാങ്ങേണ്ടി വന്നേനെ. ഐ വുഡ് ഹാവ് ടു ബൈ ദാറ്റ്. ഐ വുഡ് ഹാവ് ടു ബൈ ദാറ്റ്. ഞാനത് വാങ്ങേണ്ടി വന്നേനെ. ഇനി ഞാനത് കഴിക്കേണ്ടി വന്നേനെ, അല്ലെങ്കിൽ ഞാനിത് കഴിക്കേണ്ടി വന്നേനെ എന്ന് എങ്ങനെ പറയാം? ഐ വുഡ് ഹാവ് ടു ഈറ്റ് ദിസ്. ഐ വുഡ് ഹാവ് ടു ഈറ്റ് ദിസ്. കഴിക്കുക എന്നുള്ള വേർബ് ഈറ്റ് എന്നല്ലേ. അപ്പം എന്താണ്? ആ ബേസ് ഫോമിൽ തന്നെയാണ് നമ്മൾ പറയുന്നത്. ഐ വുഡ് ഹാവ് ടു ഈറ്റ് ദിസ്. ഐ വുഡ് ഹാവ് ടു ഈറ്റ് ദിസ്. ഞാനത് കഴിക്കേണ്ടി വന്നേനെ. അപ്പൊ ഇത്രയും മനസ്സിലായ സ്ഥിതിക്ക് നമുക്ക് സെന്റൻസ് ഒന്നും കൂടെ ഒന്ന് എലാബറേറ്റ് ചെയ്ത് പറയാം കേട്ടോ. അപ്പൊ ഫസ്റ്റ് ഞാൻ കൊടുത്തൊരു സെന്റൻസ് നോക്കിയേ. നീ എന്നെ ക്ഷണിച്ചിരുന്നെങ്കിൽ ഞാൻ വരേണ്ടി വന്നേനെ. നീ എന്നെ ക്ഷണിച്ചിരുന്നെങ്കിൽ ഞാൻ വരേണ്ടി വന്നേനെ. നീ എന്നെ ക്ഷണിക്കാത്തോണ്ട് ഇപ്പൊ എനിക്ക് അങ്ങോട്ട് വരാതെ കഴിച്ചില്ലായി അല്ലെങ്കിൽ രക്ഷപ്പെട്ടു എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പൊ ഇങ്ങനെ ഇത് നമുക്ക് ഇംഗ്ലീഷിലേക്ക് പറയാം. നീ എന്നെ ക്ഷണിച്ചിരുന്നെങ്കിൽ എന്ന് നമുക്ക് ആദ്യം എടുക്കാം കേട്ടോ. എങ്കിൽ എന്നുള്ളതിന് നമ്മൾ ഇംഗ്ലീഷിൽ എന്താ പഠിച്ചിട്ടുണ്ടായിരുന്നത്? ഇഫ് എന്നാണല്ലേ. ഇഫ്. ഓക്കെ, ഇഫ്. ഇനി നമ്മൾ പാസ്റ്റ് ഫോമിലാണ് പറയുന്നത് കേട്ടോ. സിമ്പിൾ പാസ്റ്റ് ഫോമിലാണ് നമ്മൾ പറയുന്നത്. നീ എന്നെ ക്ഷണിച്ചിരുന്നെങ്കിൽ. ഇഫ് യു ഇൻവൈറ്റഡ് മീ. ഓക്കെ, ഇഫ് യു ഇൻവൈറ്റഡ്. ഓക്കെ, ഇൻവൈറ്റഡ് മീ. അപ്പോൾ ഇതെന്താണ്? സിമ്പിൾ പാസ്റ്റ് ഫോം ആണ് കേട്ടോ. ഓക്കെ, ഇഫ് യു ഇൻവൈറ്റഡ് മീ. ഇൻവൈറ്റ് എന്നുള്ള വേർഡിനെ നമ്മൾ പാസ്റ്റ് ഫോമിലാക്കിയപ്പോൾ എന്താണ്? ഇൻവൈറ്റഡ്. ഇഫ് യു ഇൻവൈറ്റഡ് മീ. നീ എന്നെ ക്ഷണിച്ചിരുന്നെങ്കിൽ. നീ ക്ഷണിച്ചിട്ടില്ല, നീ എന്നെ പാസ്റ്റിൽ നീ എന്നെ ക്ഷണിച്ചിരുന്നെങ്കിൽ എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പൊ ഇഫ് യു ഇൻവൈറ്റഡ് മീ. ഇനി ബാക്കി നമ്മൾ എന്ത് പറയണം? വുഡ് ഹാവ് വെച്ചിട്ട് വേണം പറയാനായിട്ടല്ലേ. ഞാൻ വരേണ്ടി വന്നേനെ. ഐ വുഡ് ഹാവ് ടു കം. വരിക എന്നുള്ള വേർബ് കം എന്നാണ്. സോ ഇഫ് യു ഇൻവൈറ്റഡ് മീ, ഐ വുഡ് ഹാവ് ടു കം. ഞാൻ വരേണ്ടി വന്നേനെ. മനസ്സിലായല്ലോ. ഇനി എനിക്ക് ബസ് കിട്ടിയിരുന്നില്ലെങ്കിൽ ഞാൻ നടക്കേണ്ടി വന്നേനെ. എനിക്ക് ബസ് കിട്ടിയിരുന്നില്ലെങ്കിൽ ഞാൻ നടക്കേണ്ടി വന്നേനെ. ഇതെങ്ങനെ നമുക്ക് പറയാം? കിട്ടിയിരുന്നില്ലെങ്കിൽ. ഇഫ് ഐ മിസ് the bus. If I missed the bus,
എനിക്ക് ബസ് കിട്ടിയിരുന്നില്ലെങ്കിൽ എന്നല്ലേ. ഇഫ് ഐ മിസ് ദ ബസ്, ഇനി എന്താണ്, ഞാൻ നടക്കേണ്ടി വന്നേനെ. ഐ വുഡ് ഹാവ് ടു വാക്ക്. ഐ വുഡ് ഹാവ് ടു വാക്ക്. കണ്ടില്ലേ, വുഡ് ഹാവ് കണ്ടില്ലേ, വുഡ് ഹാവ് ടു പ്ലസ് ബേസ് ഫോം ഓഫ് ദ വെർബ്. ഇഫ് ഐ മിസ് ദ ബസ് ഐ വുഡ് ഹാവ് ടു വാക്ക്. ക്ലിയർ ആയല്ലോ. അപ്പൊ ഇത് അതേപോലെ തന്നെ വേറൊരു എക്സാമ്പിളും കൂടെ. ഞാൻ അവിടെ പോയിരുന്നു എങ്കിൽ ഞാൻ മീറ്റിങ്ങിൽ പങ്കെടുക്കേണ്ടി വന്നേനെ, അല്ലെങ്കിൽ എനിക്ക് മീറ്റിങ്ങിൽ പങ്കെടുക്കേണ്ടി വന്നേനെ. ഞാൻ അവിടെ പോയിരുന്നു എങ്കിൽ എങ്ങനെ നമുക്ക് പറയാം, സിമ്പിൾ പാസ്റ്റ് ഫോമിലാണ് പറയേണ്ടത്, സിമ്പിൾ ആണ് അല്ലേ. അപ്പൊ ഇങ്ങനെ പറയാം, എങ്കിൽ ഇഫ് ഐ, ഞാൻ എന്താണ്, പോകുക എന്നുള്ളതാണ് വേർബ്. അപ്പൊ പോയിരുന്നു എന്ന് എങ്ങനെ പറയാം, പോയിരുന്നു. അത് പാസ്റ്റ് ഫോം എങ്ങനെ നമുക്ക് ഉണ്ടാക്കാം, ഇഫ് ഐ വെന്റ് അല്ലേ. അപ്പൊ ഗോയുടെ പാസ്റ്റ് ഫോം എന്താണ്, വെന്റ് എന്നാണ്. സോ ഇഫ് ഐ വെന്റ് there അവിടെ, ഇഫ് ഐ വെന്റ് there. ഇനി എന്താണ്, ഞാൻ മീറ്റിംഗിൽ പങ്കെടുക്കേണ്ടി വന്നേനെ. എന്താണ്, വുഡ് ഹാവ് ടു വെച്ചിട്ടാണ് നമ്മൾ പറയാനായിട്ടില്ലേ. ഐ വുഡ് ഹാവ് ടു attend the meeting. I would have to attend the meeting. എനിക്ക് മീറ്റിംഗ് അറ്റൻഡ് ചെയ്യേണ്ടി വന്നേനെ, അല്ലെങ്കിൽ എനിക്ക് മീറ്റിംഗിൽ പങ്കെടുക്കേണ്ടി വന്നേനെ. ഇഫ് ഐ വെന്റ് there I would have to attend the meeting. ക്ലിയർ ആയല്ലോ. ഓക്കെ, അപ്പൊ നമ്മൾ ഇതുവരെയും പഠിച്ചത് ചെയ്യേണ്ടി വന്നേനെ എന്നാണ് അല്ലേ. അതായത് പോസിറ്റീവ് സെന്റൻസ് ആണ് നമ്മൾ പഠിച്ചത് അല്ലേ. അപ്പൊ ഇനി നമുക്ക് എന്തും കൂടെ പഠിക്കാം, ചെയ്യേണ്ടി വരില്ലായിരുന്നു എന്നും ഇത് നമുക്ക് പഠിക്കാവുന്ന കേട്ടോ. ചെയ്യേണ്ടി വരില്ലായിരുന്നു, ഇതെങ്ങനെ നമുക്ക് പറയാം, ചെയ്യേണ്ടി വരില്ലായിരുന്നു. ഓക്കെ, ഈ വുഡിന്റെ കൂടെ നമുക്കൊരു നോട്ട് ആഡ് ചെയ്യുകയാണെങ്കിൽ എന്താണ്, ചെയ്യേണ്ടി വരില്ലായിരുന്നു എന്നാവില്ല. അപ്പം വുഡിൻ ഹാവ് ടു എന്താണ് വരിക, വുഡിൻ ഹാവ് ടു, ചെയ്യേണ്ടി വരില്ലായിരുന്നു. വുഡിൻ ഹാവ് ടു, ചെയ്യേണ്ടി വരില്ലായിരുന്നു. ഓക്കെ, എന്താണ്, വുഡിൻ ഹാവ് ടു, ചെയ്യേണ്ടി വരില്ലായിരുന്നു. അപ്പൊ നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കിയാലോ. ഐ വുഡിൻ ഹാവ് ടു ഗോ, എനിക്ക് പോകേണ്ടി വരില്ലായിരുന്നു. ഷീ വുഡിൻ ഹാവ് ടു ഡു, അവൾക്ക് ചെയ്യേണ്ടി വരില്ലായിരുന്നു. ദേ വുഡിൻ ഹാവ് ടു കം, അവർക്ക് വരേണ്ടി വരില്ലായിരുന്നു. ഇങ്ങനെയാണ് മീനിങ് വരാം കേട്ടോ. അപ്പൊ ഇത് ഞാനൊരു എക്സാമ്പിൾ കൊടുത്തത്, ഞാൻ നിന്റെ ഉപദേശം കേട്ടിരുന്നെങ്കിൽ എനിക്ക് ഇത്രയും സഹിക്കേണ്ടി വരില്ലായിരുന്നു. ഇതൊക്കെ നമുക്ക് പറയാം, ഞാൻ നിന്റെ ഉപദേശം കേട്ടിരുന്നെങ്കിൽ എനിക്ക് ഇത്രയും സഹിക്കേണ്ടി വരില്ലായിരുന്നു. അപ്പൊ ആദ്യം നമ്മള് ഞാൻ നിന്റെ ഉപദേശം കേട്ടിരുന്നു എങ്കിൽ എങ്ങനെ നമുക്ക് പറയാം, സിമ്പിൾ പാസ്റ്റ് ഫോമിലാണ് പറയേണ്ടത് അല്ലേ. അപ്പം ഇഫ് I listened, if I listen your advice, ഞാൻ നിന്റെ ഉപദേശം കേട്ടിരുന്നു എങ്കിൽ എനിക്ക് ഇത്രയും സഹിക്കേണ്ടി വരില്ലായിരുന്നു. പറയാം, ഐ വുഡിൻ ഹാവ് കേട്ടോ, ഐ വുഡിൻ ഹാവ്, സഹിക്കുക, സഫർ, ഐ വുഡിൻ ഹാവ് സഫർ സോ മച്ച്, എനിക്ക് ഇത്രയും സഹിക്കേണ്ടി വരില്ലായിരുന്നു. ഇഫ് ഐ ലിസൺ യുവർ അഡ്വൈസ് ഐ വുഡിൻ ഹാവ് സഫർ സോ മച്ച്. നെക്സ്റ്റ്, ഞാനൊരു ടാക്സി എടുത്തിരുന്നെങ്കിൽ എനിക്ക് നടക്കേണ്ടി വരില്ലായിരുന്നു. ഞാനൊരു ടാക്സി എടുത്തിരുന്നെങ്കിൽ എനിക്ക് നടക്കേണ്ടി വരില്ലായിരുന്നു. അപ്പൊ ഞാനൊരു ടാക്സി എടുത്തിരുന്നെങ്കിൽ ഇഫ് ഐ, എങ്ങനെ പറയാ, ഇഫ് ഐ ടുക്ക് എ ടാക്സി, ടേക്ക് എടുക്കുക, അതിന്റെ പാസ്റ്റ് ഫോം ടുക്ക്, എടുക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ എടുക്കാന്ന് വെച്ചാൽ ഞാനൊരു ടാക്സി വിളിച്ചിരുന്നെങ്കിൽ എന്നാട്ടോ. ഇഫ് ഐ ടുക്ക് എ ടാക്സി, ഇനി എന്താണ്, ഐ വുഡിൻ ഹാവ്, എനിക്ക് ചെയ്യേണ്ടി വരില്ലായിരുന്നു. ഐ വുഡിൻ ഹാവ് വാക്ക്, എനിക്ക് എന്താണ്, ഐ വുഡിൻ ഹാവ് വാക്ക്, എനിക്ക് നടക്കേണ്ടി വരില്ലായിരുന്നു. ഇഫ് ഐ ടുക്ക് എ ടാക്സി ഐ വുഡിൻ ഹാവ് വാക്ക്. അപ്പം വുഡിൻ ഹാവ് എന്താണ്, ചെയ്യേണ്ടി വരില്ലായിരുന്നു. വുഡ് ഹാവ്, ചെയ്യേണ്ടി വന്നേനെ. ഓക്കെ, അപ്പൊ ഇത്രയും മതില്ലേ. അപ്പൊ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എങ്ങനെയാണ് വുഡ് ഹാവ് വെച്ചിട്ട് സെന്റൻസ് പറയാം, വുഡിൻ ഹാവ് വെച്ചിട്ട് സെന്റൻസ് പറയാം എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായി വിചാരിക്കുന്നു. ഇനി നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങളൊക്കെ നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ വുഡ് ഹാവ് വെച്ചിട്ടും വുഡിൻ ഹാവ് വെച്ചിട്ടും ഒരു സെന്റൻസ് കൂടെ നിങ്ങൾ താഴെ നിന്ന് കമന്റ് ചെയ്യണേ. ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ് നമുക്കിവിടെ വൈൻഡപ്പ് ചെയ്യാം. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.